ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ആക്റ്റീവ 3G വണ്ടി ജനറൽ സർവീസായിട്ട് വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് ഒന്ന് പെട്രോൾ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഓവർഫ്ലോ ആയിട്ട് പെട്രോൾ ലീക്കായി പോവാം. പിന്നെ ജനറൽ സർവീസ് ചെയ്യുക, എഞ്ചിൻ ഓയിൽ മാറ്റാം, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, വാട്ടർ സർവീസ്. ഇത്രയും കേസാണ് ജോബ് കാർഡിൽ പറഞ്ഞേക്കണം, വർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കംപ്ലയിൻസ് ഉള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിൽ കംപ്ലയിൻസ് ഉള്ള പാർട്ടുകളടക്കം ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് നമ്മൾ ഓൾറെഡി സെൻഡ് ചെയ്തിടാം. അതിന് എത്ര ചിലവ് വരും എന്നുള്ളത് എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിൽ ഇട്ട് തരാം. അപ്പോൾ നോക്കാം ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക, ഏതൊക്കെ രീതിയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്കത് ക്ലിയർ ചെയ്ത് വണ്ടി കംപ്ലീറ്റ് ചെയ്യാം. അതാണ് ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്മേ യൂസ് ചെയ്തതാണ്. ബ്രേക്ക് ലൈനർ എന്ന് പറഞ്ഞാൽ ഒന്നാമത് കമ്പനി ലൈനർ അല്ല, പിന്നെ അതിൻ്റെ അഡ്ജസ്റ്റിങ് ഏറെക്കുറെ ഒരു പകുതിയിൽ കൂടുതൽ തീർന്നേക്കുന്ന ഒരു കണ്ടീഷനാണ് നിൽക്കണേ. അപ്പോൾ നമുക്ക് ശരിക്കും ഒന്നാമത് ഈ മോഡൽ ലൈനർ ഇടുമ്പോൾ പ്രോബ്ലം വെച്ചാൽ ബ്രേക്ക് പിടിക്കുന്നത് ഒന്നാമത് കംഫർട്ടായിരിക്കില്ല, ഒരു ചതഞ്ഞ രീതിയിലായിരിക്കും ബ്രേക്ക് വരാം. അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റിയിട്ടതിന് ശേഷം ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബാക്കിലേക്ക് വന്ന ബ്രേക്കിൻ്റെ കേബിളിൻ്റെയും ഔട്ടർ വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി, അപ്പോൾ ബ്രേക്ക് കേബിളും മാറ്റാം, ബ്രേക്ക് ലൈനറും മാറ്റിക്കഴിഞ്ഞാൽ ബാക്ക് വീലിൻ്റെ ബ്രേക്കുമായി ബന്ധപ്പെട്ട കേസ് ഓക്കെ ആയിക്കോളും. ഹബിൻ്റെ ഭാഗം നമ്മൾ നോക്കി, വീൽ ഹബിന് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറിൻ്റെ കണ്ടീഷനും ഓക്കെയാണ്, പുതിയ ടയർ കിടക്കണേ, MRF-ൻ്റെ ടയർ കിടക്കണത്. അപ്പോൾ ടയറിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ചെക്ക് ചെയ്യണേ. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ജനറൽ സർവീസിലുള്ള വർക്കുകളാണ് കേട്ടോ. അപ്പോൾ ക്ലച്ച് അഴിക്കണം എന്തിനാണെന്ന് വെച്ചാൽ ക്ലച്ച് നമുക്ക് ഗ്രീസിങ്ങിൻ്റെ ആവശ്യമുണ്ട്, ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, അതിൻ്റെ ഉള്ളിൽ വരുന്ന ബെൻഡെക്സ്, വേരിയേറ്റർ ബോഡി, റോളർ കാര്യങ്ങളൊക്കെ അതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം തേയ്മാനം വന്നിട്ടുണ്ട്, മാറ്റേണ്ടതായിട്ടൊക്കെ ഉണ്ടോ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതിനുവേണ്ടി അഴിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 2 ഓയിൽ സീലുകൾ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ക്രാങ്കിൻ്റെ സൈഡിൽ തന്നെ ഓയിൽ സീൽ, ഇത് എഞ്ചിൻ ഓയിൽ വന്ന ഭാഗമാണ്. ആ ഓയിൽ സീൽ ലീക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ ചെറുതായിട്ട് പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ക്ലച്ച് ഷാഫ്റ്റിൻ്റെയാണ്, അത് ഗിയർ ട്രാൻസ്മിഷനിലാണ് അതിൻ്റെ ഓയിൽ തന്നെ, അതും ഇവിടെ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഓയിൽ സീലുകൾ മാറ്റിയിട്ട് വേണം നമുക്കത് റീസെറ്റ് ചെയ്യാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അഴിച്ചേക്കണതുകൊണ്ടാണ് ഈ ലീക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് ആ ഓയിൽ സീൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയിക്കോളും. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി, ബെൽറ്റ് നമുക്ക് കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്. സെൻറ്റർ ഭാഗത്തൊക്കെ ചെറിയൊരു വര പോലെ പെട്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും നമുക്കത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. ഇത് അത്യാവശ്യം നല്ല ലൈഫുള്ള മോഡൽ ബെൽറ്റാണ് പവർ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ വന്നത്. അതായത് ഇത് ഹോണ്ടയ്ക്ക് ആദ്യം വന്നുകൊണ്ടിരുന്ന, ഇപ്പോൾ വന്നത് ബാൻഡോൻ്റെയാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ബെൽറ്റിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ വന്ന ബെൽറ്റുകൾക്കില്ല. അപ്പോൾ ഇത് പരമാവധി ഉപയോഗിക്കാം, അതിനുശേഷം കംപ്ലയിൻറ്റ് വന്നിട്ട് മാത്രം മാറ്റിക്കളഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒക്കെ നിലവിൽ സാധാരണ നോർമൽ രീതിയിലുള്ള തേയ്മാനമൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഈ വരുന്ന പീസെറ്റ് സ്ലൈഡ് എന്ന് പറയുന്ന യൂണിറ്റ് അത് ചെറുതായിട്ട് ലൂസ് കൂടുതൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കൈയോടെ മാറ്റിയിടാം, കാരണം ഇത് അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് അടിച്ച് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് മാറ്റിയിടാം. ഏകദേശം ഒരു 100 താഴെയാണ് നമുക്ക് അതിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബുഷുകൾക്ക് വന്നെ, 3 എണ്ണം കൂടി വരുമ്പോൾ അത്രേ വന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് കൈയോടെ മാറ്റിയിടാണെങ്കിൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കിയിട്ട് ഫുള്ള് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതടക്കം നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കുകളാണ്. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ക്ലച്ച് ഷൂവിൻ്റെ ഭാഗം നമ്മൾ നോക്കി, അതൊന്നും വേറെ പ്രോബ്ലം ഇല്ല, വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് ഷൂ ആയാലും നിലവിലുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. ഓയിൽ ലീക്കിൻ്റെ ആരംഭമാണ്. കൈയോടെ തന്നെ നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റിയിട്ടാണെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പെട്രോൾ ലീക്ക് കാണിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ കാർബറേറ്ററിനകത്തുള്ള കംപ്ലൈൻറ്റാണ്. കാർബറേറ്റർ നമ്മൾ അഴിച്ചിട്ടുണ്ട്, അത് നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കല്ല, അത് അഡീഷണലായിട്ട് നമ്മൾ പേ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ നമ്മളത് ആ കംപ്ലയിൻറ്റ് അഴിച്ച് നോക്കുന്ന സമയത്ത് കാർബറേറ്ററിനകത്ത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് കാർബറേറ്ററിനകത്തും വന്നിട്ടുണ്ട്. ഇത് ഈ ഫ്ലോട്ട് വാൽവ് അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയതാണ് ആ പെട്രോൾ ഓവർഫ്ലോ വരാനായിട്ടുള്ളൊരു കാരണം. കാരണം എന്ന് വെച്ചാൽ അത് ഇപ്പോഴത്തെ നിലവിലെ പെട്രോളിൻ്റെ ഇപ്പോൾ വന്ന പെട്രോളിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അതിൻ്റെ ഒരു പ്രോബ്ലം വരാം. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് വരാം. ഇനിയും അത് തന്നെയാണ് കിട്ടാൻ, ഇനി കൂടുള്ളൂ, പെർസെൻറ്റേജ് കൂടുള്ളൂ, എന്തെങ്കിലും കുറയാൻ പോലുള്ള. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഈ അലുമിനിയം ബോഡി വരുന്ന ഭാഗങ്ങളിലുള്ള ഈ കാർബറേറ്റർ പോലെ ഉപയോഗിക്കുന്ന വണ്ടികൾക്കെല്ലാം തന്നെ കംപ്ലയിൻ്റ് ആണ്. ഒട്ടുമിക്ക വണ്ടികളിലും കോമൺ ആയിട്ട് കംപ്ലയിൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക, ഈ ഫ്ലോട്ട് വാൽവ് മാറ്റി റീസെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും.
അതേപോലെ തന്നെ ഈ സ്ലോ ജെറ്റൊക്കെ നോക്കുമ്പോൾ സ്ലോ ജെറ്റൊക്കെ ഫുള്ള് ബ്ലോക്കായി പോയേക്കാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് മാറ്റിയിടണം. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 70 താഴേക്ക് നമുക്ക് ഇതിന് കോസ്റ്റ് ഉണ്ട്. ഇതൊരു 200 അടുത്ത് നമുക്ക് ഇതിന് കോസ്റ്റ് വരുന്നുണ്ട്. ഈ സ്ലോ ജെറ്റ് എന്ന് പറയുന്നത് അല്ല ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന യൂണിറ്റ്. പിന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് കാർബറേറ്റർ ക്ലീനർ ഒരു സ്പ്രേ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് വേണം മൊത്തം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ അഴുക്കുകളടക്കം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ അത്രയും ആകണം നമുക്ക് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരാം. ഈ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം നമുക്ക് ഇത് മാറ്റിയിട്ടിട്ടും ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടതിന് ശേഷം ഓവർഫ്ലോ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാർബറേറ്റർ അസംബ്ലി പാടി മേടിച്ച് മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. പരമാവധി നമ്മളിത് റിപ്പയർ ചെയ്തെടുക്കാൻ നോക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പുതിയ കാർബറേറ്റർ വെച്ചാലും ഇപ്പോൾ കിട്ടുന്ന പെട്രോളുകൾ ഇത് തന്നെ ആയതുകൊണ്ട് പുതിയത് വെച്ചാലും കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമുക്ക് ഈ പഴയ തന്നെ റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്ലോറിൻ്റെ ഭാഗമൊക്കെ ഇവിടെയൊക്കെ അടിഭാഗമൊക്കെ ഫുള്ള് തുരുമ്പാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വാട്ടർ സർവീസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ബ്ലാക്ക് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ബ്ലാക്ക് പെയിൻറ്റ് ഒന്ന് ടച്ച് ചെയ്തിടാം. കാരണം അതിൻ്റെ മുകളിൽ മാറ്റ് വരുന്നതുകൊണ്ട് അത് വേറെ പ്രോബ്ലം ഉണ്ടാവില്ല. ഉള്ള തുരുമ്പ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അവിടെ പെയിൻറ്റ് ടച്ച് ചെയ്തിടാനായിട്ട് കിട്ടും. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ നമുക്കിത് ഓപ്പണായിട്ട് അതായത് ഇതേപോലെ തന്നെ ബോഡി അഴിച്ച് കഴുകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ചെളിയാണ്. നമ്മൾ മറ്റേപ്പാട് കഴുകുമ്പോൾ ബോഡി സെറ്റ് ചെയ്തിട്ട് കഴുകുമ്പോൾ ഉള്ളിൽ ചെളിയൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും. ആ പുറം ബോഡി മാത്രമാണ് നമുക്കൊരു ക്ലീനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ അഴിച്ച് കഴുകുകയാണെങ്കിലാണ് നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചെളി കാര്യങ്ങളൊക്കെ ഫുള്ള് പോകുള്ളൂ. എവിടെയെങ്കിലുമൊക്കെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റ് ടച്ച് ചെയ്യണമെങ്കിൽ ഇതേപോലെ കഴുകിയിട്ട് സെറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. റേറ്റിൽ വ്യത്യാസം വരും. ബോഡി വാഷിങ് നമുക്ക് 150 കൊടുത്ത ബോഡി വാഷ് ചെയ്ത് കിട്ടും. പക്ഷേ നമുക്കിത് എക്സ്ട്രാ വന്ന വർക്കുകളാണ്. ഇത് വെള്ളം കയറാൻ പാടില്ലാണ്ട് നോക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ വന്ന വർക്കാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടി എമൗണ്ടാണ് വരാം. 150 എന്നുള്ളത് 300 കൊടുക്കേണ്ടി വരും. പക്ഷേ അതേപോലെ ഇടയ്ക്ക് തന്നെ ഇതേപോലെ കഴുകിയില്ല എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ തുരുമ്പൊക്കെ കിട്ടുന്നാലും നമ്മൾ അറിയില്ല എന്നുള്ളതാണ് വേറെ കേസ്. പിന്നെ എന്ന് വെച്ചാൽ നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീനായിരിക്കും. അതാണ് മെയിനായിട്ടുള്ളൊരു ഗുണം നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീൽ ബെയറിങ്ങിൻ്റെ ഭാഗം ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ ഭാഗം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് ഫ്രണ്ടിലത്തെ ഇത് തന്നെ യൂസ് ചെയ്യാം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. ബ്രേക്കിൻ്റെ കേബിളുകൾ ഫ്രണ്ടിലേക്ക് വരുന്നത് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. ഈ ഒരു കേബിൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഔട്ടർ വീലിൽ ഞാൻ ലോഡായിട്ട് നിൽക്കണമെങ്കിൽ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ബ്രേക്കിൻ്റെ അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന 2 ബ്രേക്ക് കേബിളും ബാക്കിലത്തെ ബ്രേക്ക് കേബിളും കൂടി മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബ്രേക്കുമായി ബന്ധപ്പെട്ട ഒരു തലവേദന നമുക്ക് ഒഴിവായി കിട്ടും. അപ്പം അതേപോലെ തന്നെ ഇതിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഇത് ശരിക്കും ഗ്രീസ് ചെയ്ത് നോക്കാം. കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റായിട്ട് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡും നമുക്ക് അത്രയും തന്നെ പ്ലേ കാണിക്കുന്നുണ്ട്. ഇത്രയും പ്ലേ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കിട്ടിയെന്ന് അതിൻ്റെ ഉള്ളിലെ കോളർ മാറ്റിയാൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ബുഷ് സെറ്റപ്പാടി മാറ്റിയിട്ട് വരും. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 300 താഴെ അതിന് നമുക്ക് കോസ്റ്റ് വരും സംഭവം. ഗ്രീൻ ബുഷൊക്കെ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി എന്ന് പറയുമ്പോൾ 2020 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്ന ബാറ്ററി. 12 വോൾട്ട് 4 ആമ്പിയറുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ബാറ്ററിയുടെയും കൂടി കാണിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ട് തന്നെ നോക്കുമ്പോൾ 12 വോൾട്ട് ഇപ്പോൾ നിലവിൽ കാണിക്കണുള്ളൂ. ലോഡ് ചെയ്യുന്ന സമയത്ത് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 5 വോൾട്ടിലേക്കൊക്കെ പോകാം. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് സെൽഫിൻ്റെ കേസ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫ് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഓൾറെഡി 12 വോൾട്ട് കഷ്ടമേ ഉള്ളൂ. നമുക്ക് 12.5 വോൾട്ട് കറക്റ്റ് വേണം. ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നമുക്ക് ഏകദേശം ഒരു 8-8.5 മുകളിൽ നിൽക്കണം. എന്നാലാണ് കൃത്യമായിട്ട് വർക്കാവുള്ളൂ. പിന്നെയുള്ളത് അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ കിട്ടിയ കംപ്ലൈൻ്റ് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കേബിള് കംപ്ലൈൻ്റ് ആണ്. തന്നെ ഈ മീറ്റർ ഉപയോഗിക്കാതിരുന്നിട്ട് വർക്ക് ചെയ്യാതിരുന്ന് ഈ മീറ്റർ സ്റ്റക്കായി പോയേക്കാം. അപ്പോൾ മീറ്റർ വർക്കിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ മീറ്റർ അസംബ്ലി മാറ്റി വയ്ക്കണം. അതിന് ശേഷം കേബിളും വീലിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗണും പിന്നീനും മാറ്റി കഴിഞ്ഞാലാണ് മീറ്റർ കറക്റ്റ് സ്റ്റേബിളായിട്ട് വർക്കാവുള്ളൂ. കാരണം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഐറ്റം ഉപയോഗിക്കാണ്ട് വരുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ തുരുമ്പും കാര്യങ്ങളും കയറിയിട്ട് സ്റ്റക്കായി പോകണതാണ്. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചാണ് കേസ്. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ ഉൾപ്പെടുത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ വീഡിയോ കണ്ടിട്ടൊന്ന് റിപ്ലൈ ഇടാം അതൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് തരാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ടയറൊക്കെ അത്യാവശ്യം പുതിയ ടയർ, പുത്തൻ ടയർ കിടക്കണം, MRFിൻ്റെയാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. പ്ലഗ് വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്ലഗ് മാറ്റിയിട്ടാണ്, വേറെ കുഴപ്പമില്ല. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും നമുക്ക് ഇത് തന്നെ മതി, വേറെ പ്രോബ്ലമൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ ഓൾറെഡി മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓയിലും മാറ്റുന്ന ഡീറ്റെയിൽസ് പറയാം കേട്ടോ. മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ഒരു ലിസ്റ്റ് പറയാം. എന്തെങ്കിലും നിങ്ങളുടെ പെർമിഷൻ കിട്ടിയിട്ട് നമ്മൾ അതനുസരിച്ച് ചെയ്യുള്ളൂ എന്തെങ്കിലും. അപ്പോൾ അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓയിൽ വരുന്നുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും മാറ്റിയിടണം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ.
പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ബുഷുകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് കോളർ മാറ്റിയാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുഷ് മാറ്റേണ്ടി വരും. ബുഷ് അടക്കമുള്ള എസ്റ്റിമേറ്റ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ബുഷ് കൂട്ടാം, എന്തായാലും അത്യാവശ്യം പ്ലേ ഉണ്ട് അതിനകത്ത്. പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഉണ്ട്, ബാറ്ററി മാറ്റേണ്ടതായിട്ടുണ്ട്. സ്പീഡോമീറ്റർ കംപ്ലയിൻ്റ് ആണ്, മീറ്ററും കേബിളുകൾ ക്രൗൺ പിനിയൻ. പിന്നെ അതേപോലെ തന്നെ 3 ബ്രേക്ക് കേബിളുണ്ട് മാറ്റാനായിട്ട്. പിന്നെ അതേപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് റബ്ബറും കാര്യങ്ങളും മാറ്റി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം തീരണമെന്നുണ്ടെങ്കിൽ കാർബേറ്റർ ക്ലീനർ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. സ്ലോ ജെറ്റും ഫ്ലോട്ട് വാൽവും വന്നിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. പിന്നെ ക്ലച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ക്ലച്ചിൽ 2 ഒലിച്ചിൽ മാത്രമാണ് മെയിനായിട്ടുള്ളൂ. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റി ഇട്ടാലാണ് അത് ആ ഭാഗം കറക്റ്റ് ആവുള്ളൂ. പിന്നെ 3 ബ്രേക്ക് കേബിൾ മാറ്റാനുണ്ട്. ഇത്രയും കേസാണ് മാറ്റാനുള്ള ഐറ്റംസ്. അതിനകത്ത് നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്ക് കൂടാതെ നമുക്ക് വന്ന കേസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കേബിളുകളൊക്കെ അഡീഷണൽ വന്ന വർക്കാം, അത് ലേബർ ചാർജിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീനിങ്ങും അഡീഷണൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ജനറൽ സർവീസിനകത്ത് പുറമെ വന്നതാണ് കാർബേറ്റർ ക്ലീനിങ്ങും ബ്രേക്ക് കേബിളൊക്കെ മാറ്റാന്നുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടിട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പറയുകയാണെങ്കിൽ അതനുസരിച്ചൊരു എസ്റ്റിമേറ്റ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഇത്രയൊക്കെയാണ് നിലവിൽ നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റുകളായിട്ട് നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് കയറ്റി ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കംപ്ലയിൻസുകൾ. അപ്പോൾ വീഡിയോ ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആ എസ്റ്റിമേറ്റും പ്രകാരം വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും. ഓക്കെ.